ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നുസീഫ് ടെക് വ്ലോഗ് ചാനൽ. നുസീഫ് ടെക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോസിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ട്രൂക്ക് എന്ന ബ്രാൻഡിൻ്റെ ക്ലാരിറ്റി 6 എന്ന മോഡലിൻ്റെ ഒരു എയർബഡ്സ് ആണ്. കുറഞ്ഞ പ്രൈസിൽ കൂടുതൽ ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ട്രൂക്കിൻ്റെ 6 ക്ലാരിറ്റി എന്ന ഈ മോഡൽ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്യാൻ പോകുന്നത് ഫ്ലിപ്കാർട്ട് വഴിയാണ്. ഫ്ലിപ്കാർട്ട് സൈറ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല റിവ്യൂസ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ട്രൂക്കിൻ്റെ ക്ലാരിറ്റി 6 എന്ന ഈ മോഡൽ. മറ്റൊരു കാര്യം, ഈ പ്രോഡക്റ്റ് ഞാൻ ബൈ ചെയ്ത് 7 മാസം ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോഴും ഈ പ്രോഡക്റ്റിന് യാതൊരു പ്രശ്നവുമില്ല, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഓർഡർ ചെയ്ത ആ ഡേറ്റ് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് വന്ന പ്രൈസ് എന്ന് പറയുന്നത് 909 രൂപയായിരുന്നു. ഇപ്പോൾ കുറച്ച് ഇൻക്രീസ് ആയിട്ട് അത് സൈറ്റിൽ 999 രൂപയാണ് ഇപ്പോൾ കാണിക്കുന്നത്. എങ്കിൽ കൂടി ആ പ്രൈസിനുള്ള മുതൽ എന്തായാലും നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉണ്ട്. വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ബൈ ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇയർബഡ്സ് ഓർഡർ ചെയ്തതിന് ശേഷം നമുക്കത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ ബോക്സ് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ചാർജിങ് കേസ് വരുന്നുണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബഡ്സ് വരുന്നുണ്ട്, പിന്നെ ഒരു ചാർജിങ് കേബിൾ ടൈപ്പ് A to C ടൈപ്പ് കേബിളാണ് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് കുറച്ച് എക്സ്ട്രാ ബഡ്സും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ബോക്സിനകത്തുള്ളത്. പിന്നെ ബഡ്സിൻ്റെ കേസിൻ്റെ മേലെ പ്രത്യേകിച്ച് ബട്ടണോ കാര്യങ്ങളോ ഒന്നുമില്ല. ബഡ്സ് ഒറ്റ പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5-6 പ്രാവശ്യം നമുക്ക് നമ്മളെ ബഡ്സ് ചാർജ് ചെയ്യാനുള്ള ചാർജ് അതിലുണ്ടാവും കേട്ടോ. കാരണം ഞാനിത് ഉപയോഗിച്ച് കമ്പനി ഒരു 8 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ്ലി പറയുന്നുണ്ടെങ്കിൽ കൂടി എനിക്കൊരു 7-7.5 മണിക്കൂറോളം ഇത് കിട്ടിയിട്ടുണ്ട് ബഡ്സ് ഒറ്റ ചാർജിൽ. നമ്മൾ എത്രത്തോളം ഇതിൻ്റെ വോളിയം കുറച്ച് വെക്കണോ അത്രത്തോളം ഇതിൻ്റെ ബാക്കപ്പ് നമുക്ക് കിട്ടും കേട്ടോ. എത്ര വോളിയം കൂട്ടണോ അത്രത്തോളം ഇതിൻ്റെ ബാറ്ററി ചാർജ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. മാക്സിമം ഒരു 60% സൗണ്ട് വെച്ച് കേൾക്കുക, അതന്നെ അത്യാവശ്യം സൗണ്ട് ഉണ്ടാവും. പിന്നെ വരുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഒരേ സമയം ബ്ലൂടൂത്ത് വഴി നമുക്ക് 2 ഡിവൈസ് കണക്ട് ചെയ്ത് വെക്കാം. വില കുറവാണെന്ന് വെച്ച് ഈ പ്രോഡക്റ്റിൻ്റെ പാക്കിങ്ങിലൊന്നും യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. നല്ല ക്വാളിറ്റി പാക്കേജിങ്ങും ബോക്സുമാണ് നമുക്ക് കൂടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നമ്മുടെ ബഡ്സിൻ്റെ ചാർജിങ് കേസ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മൊബൈലിൻ്റെ ഒരു കേബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, C ടൈപ്പ് കേബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൂടെ വന്നിട്ടുള്ള കേബിളല്ല. അപ്പോൾ ഒരു 4 ഇൻഡിക്കേഷനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 4 LED ലൈറ്റാണ്. ഇപ്പോൾ ഇത് ഫുൾ ചാർജ് ആയാൽ ഇത്തരത്തിലായിരിക്കും കാണിക്കുക. ചാർജ് ആയതുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ ഇതുപോലെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ പ്രൊഡക്റ്റ് എന്തായാലും ഞാൻ മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യും. കാരണം ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യും എന്ന് പറയുന്നത്. പിന്നെ ഈ പ്രൊഡക്റ്റ് ബേസ് ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും കേട്ടോ കൂടുതൽ ഇഷ്ടപ്പെടുക. കാരണം ഇത് ബാസ് ബൂസ്റ്റഡ് ഒരു എയർബഡ്സ് ആണ്. ട്രബിൾ ഉണ്ട്, ഇല്ല എന്നല്ല, ട്രബിൾ കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ബേസ് നല്ല അടിപൊളിയായിട്ട് നമുക്കിതിൽ ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ 3 മോഡാണ് വരുന്നത്. ഇക്വലൈസർ മോഡ്, ഒന്ന് മൂവി മോഡ്, പിന്നെ ഡൈനാമിക് മോഡ്, പിന്നെ വരുന്നത് ബേസ് ബൂസ്റ്റഡ് മോഡ്. ഇങ്ങനെ 3 മോഡാണ് വരുന്നത്. സോ ഫ്രണ്ട്സ്, ഇനി ഇതിൻ്റെ ടച്ച് കൺട്രോളിൻ്റെ ഭാഗത്തെ പറ്റി ഒന്ന് പറയാം. ഒരു ഗ്ലാസ് ഫിനിഷിങ്ങോട് കൂടിയാണ് ഇതിൻ്റെ ടച്ച് വരുന്നത് ബാക്കിലെ പാനൽ. അതായത് ഇതിൽ നമ്മൾ 3 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഓരോ ഇക്വലൈസർ മോഡിലോട്ടും സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. 3 ഇക്വലൈസർ മോഡാണുള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് മൂവി മോഡ്, ബേസ് ബൂസ്റ്റഡ് മോഡ്, പിന്നെ ഡൈനാമിക് മോഡ്. ഇങ്ങനെ 3 മോഡുണ്ട്. ഈ 3 മോഡിലോട്ടും സ്വിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് 3 സെക്കൻഡ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മളെ ചെവിയിലുള്ള ഫിറ്റിങ്സ് എന്ന് പറയുന്നത് പക്ക പെർഫെക്റ്റ് ആണ്. അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണമെന്നില്ല. പെട്ടെന്ന് ഓടോ ചാടോ ചെയ്താലൊന്നും അങ്ങനെ ചെവിയിൽ നിന്ന് അങ്ങനെ ചാടി വീണ ടൈപ്പൊന്നുമല്ല. അതൊക്കെ പെർഫെക്റ്റ് ഓക്കെ. പിന്നെ വരുന്നത് ഇതിൻ്റെ ടച്ച് കൺട്രോളിൻ്റെ ഭാഗം എന്ന് പറയുന്നത്, നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇൻകമിങ് കോൾ വരികയാണെങ്കിൽ ഒരു സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ അറ്റൻഡ് ആവും. പിന്നെ നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോൾ കട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു സിംഗിൾ ടാപ്പ് ചെയ്താൽ കോൾ കട്ടാവും. പിന്നെ ഇൻകമിങ് കോൾ വരുമ്പോൾ നമുക്കത് അറ്റൻഡ് ചെയ്യേണ്ട, അത് കട്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിൽ 2 സെക്കൻഡ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ കോള് റിജക്റ്റ് ആവും. അങ്ങനെയാണ് ഇതിൻ്റെ ടച്ച് കൺട്രോളിൻ്റെ ഭാഗം വരുന്നത്. പിന്നെ നമ്മുടെ ടച്ച് കൺട്രോളിൽ വരുന്ന മോഡ് എന്ന് പറയുന്നത്, ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ എയർബഡ്സ് വോയിസ് അസിസ്റ്റൻസിലോട്ട് മാറും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ടച്ച് കൺട്രോളിൻ്റെ ഭാഗം. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. വീണ്ടും കാണാം പുതിയൊരു വീഡിയോസുമായി. അതുവരേക്കും നുസീഫ് ടെക് വ്ലോഗ് സൈനിങ് ഓഫ്.